വെള്ളം അതുൾക്കൊള്ളുന്ന പാത്രവുമായിട്ടോ പ്രതലവുമായിട്ടോ രൂപപ്പെട്ടിരിക്കുന്നതുപോലെ മതങ്ങളും അതിലെ ആശയങ്ങളും ഒരു വ്യക്തിയുടെ ചിന്തകളിലൂടെയും അതിൻ്റെ ഉൾക്കൊള്ളലിലൂടെയും രൂപാന്തരപ്പെടുന്നു. സാമൂഹ്യ ജീവിതം അരാജകത്വ ഭീഷണിയിലും സുരക്ഷയില്ലായ്മയിലും അകപ്പെടുമ്പോൾ മതാശയങ്ങളിലെ മനോഹര നികുഞ്ചങ്ങളെ നാം ചേർത്ത് പിടിക്കുന്നത് നന്നായിരിക്കും. അധ്യാപകർക്ക് വടി തിരികെ കൊടുക്കൂ എന്നൊരു മുറവിളി കുറെ കാലമായി കേൾക്കുന്നു. എന്താണ് വടിക്ക് വിശുദ്ധ ബൈബിളിലുള്ള സാങ്കത്യം? ലഘുവായി ഒന്ന് നോക്കാം. 23-ാം സങ്കീർത്തനത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു തുടങ്ങി 4-ാം വാക്യത്തിൽ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് കാണുന്നു. ഇവിടെ ആടുകളുടെ ഇടയനെ നാം കണ്ടുമുട്ടുന്നു. വടി തൻ്റെ ആടുകളെ മറ്റു വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനും നേരായ പാതയിൽ നടത്തുന്നതിനും ഉപയോഗിക്കുമ്പോൾ സഞ്ചരിക്കേണ്ട പാത തെളിക്കുവാൻ കോലും ഉപയോഗിക്കുന്നു. ഈ സങ്കീർത്തനം വിശദമായി പഠിച്ചാൽ ഒരു വ്യക്തിയുടെ വിശ്രമം, നടത്തിപ്പ്, ആശ്വാസം, പാനീയം, ഭക്ഷണം, സഖിത്വം ഇത്തരം സൗഭാഗ്യങ്ങളിൽ നിറയുവാൻ നമുക്ക്